ഇന്ത്യൻ പ്രീമിയർ ലീഗിന് 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. മാർച്ച് 22 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. സൂപ്പർ പോരാട്ടത്തോടുകൂടി 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കുട്ടി ക്രിക്കറ്റ് ആവേശത്തിന് തുടക്കമാവുകയാണ്. ഇതിനോടകം തന്നെ ടീമുകളെല്ലാം പരിശീലന ക്യാമ്പുകൾ സജീവമാക്കി കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫി അവസാനിച്ചതോടുകൂടി ഇന്ത്യൻ താരങ്ങളും IPL ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ടീമിനോടൊപ്പം ചേർന്നു. സൂര്യകുമാർ യാദവ് നേരത്തെ തന്നെ മുംബൈ ക്യാമ്പിലുണ്ട്. രാജസ്ഥാൻ റോയൽസിൽ രാഹുൽ ദ്രാവിഡിന്റെ കീഴിലാണ് പടയൊരുക്കം നടത്തുന്നത്. ഇത്തവണ വലിയ മാറ്റങ്ങളോടുകൂടി ഇറങ്ങുന്ന രാജസ്ഥാൻ റോയൽസിന് തലവേദനയായിരിക്കുന്നത് സഞ്ജുവിന്റെ പരിക്കാണ്. ഇംഗ്ലണ്ട് T20 പരമ്പരയ്ക്കിടെ കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജു ഇതുവരെ ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ആശങ്കകളും ഏറെയാണ്. സഞ്ജു സാംസൺ എപ്പോൾ ടീമിലെത്തുമെന്ന്, ഏത് മത്സരത്തിലൂടെ ആകുമെന്ന് ചോദിച്ചിരിക്കുകയാണ് ആരാധകർ. IPL 2025 ആദ്യ 2 മത്സരങ്ങൾ സഞ്ജു കളിക്കില്ലെന്ന് ഉറപ്പാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം. 23-ന് ഉച്ചകഴിഞ്ഞാണ് ഈ മത്സരം നടക്കുന്നത്. ഇതിൽ സഞ്ജു കളിക്കില്ലെന്ന് നിസ്സംശയം പറയാം. വിരലിന്റെ ബാൻഡേജ് ഇതുവരെ സഞ്ജു അയച്ചിട്ടില്ല. BCCI കരാറിലുള്ള താരമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തി ഫിറ്റ്നസ് തെളിയിക്കാൻ അദ്ദേഹം നിർബന്ധനാവുകയാണ്. ഇവിടെ നിന്ന് NOC കിട്ടാതെ സഞ്ജുവിന് IPL കളിക്കാൻ സാധിക്കില്ല. രാജസ്ഥാന്റെ 2ാം മത്സരം 26-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ്. ഈ മത്സരവും സഞ്ജു കളിക്കില്ലെന്നാണ് വിവരം. സഞ്ജുവിന്റെ കൈവിരലിനേറ്റ ബാൻഡേജ് അയക്കാൻ 22-ാം തീയതി ആകുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ആദ്യ 2 മത്സരങ്ങളിൽ സഞ്ജു കളിക്കില്ലെന്ന് ഉറപ്പാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മത്സരത്തിലൂടെ സഞ്ജു തിരിച്ചു വരുമെന്നാണ് സൂചന. ഈ മാസം 30-നാണ് മത്സരം. CSKക്കെതിരായ മത്സരം രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലൂടെയെങ്കിലും നായകനായ സഞ്ജു സാംസണെ തിരികെ കൊണ്ടുവരുന്നത് രാജസ്ഥാന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മത്സരത്തിന് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സഞ്ജുവിന് സാധിക്കുമില്ല എന്നാണ് കണ്ടറിയേണ്ടത്. സഞ്ജുവിന് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായാൽ രാജസ്ഥാനെ പ്രതികൂലമായി ബാധിക്കും. ഇത്തവണ രാജസ്ഥാന്റെ ടീം കരുത്തത്ര ശക്തമെന്ന് പറയാനാകില്ല. മെഗാലയനത്തിന് ശേഷം പല സൂപ്പർ താരങ്ങളെയും ടീം വിടുകയും ചെയ്തു. പുതിയ ഓപ്പണിംഗ് ചോയ്സിലടക്കം വേണം ടീം കളിക്കാൻ. ബോളിംഗ് യൂണിറ്റിലും കാര്യമായ അഴിച്ചുപണികൾ ആവശ്യമായ സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.